കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഇനി ഈ പ്രോഗ്രാമിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെയല്ല, വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. ഇപ്പൊ എന്നെ പറയാൻ അനുവദിക്കരുത് പ്ലീസ്. ഓക്കെ, റെഡി? ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. കൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലസി സർ? എന്താ ഉറക്കം വരുന്നു. ശൂന്യാകാശത്തെ പ്രണയിച്ച ഒരു പെൺകുട്ടി ആണാണോ പെണ്ണാണോ എന്നാണ് ഇവിടെ പഠിക്കുമായിരുന്നു ശരിക്കും ക്ലാസ്സിൽ. റോബിന് ദിൽഷാന് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഒരു ആണിനെ കല്യാണം കഴിക്കുമോ ജാസ്മിനെ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി ദിൽഷ കല്യാണം കഴിക്കുകയാണെങ്കിൽ റോബിനെ കൺസിഡർ ചെയ്യോ? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കോ? ബഹിരാകാശ സഞ്ചാരികളെക്കാൾ കൂടുതൽ തവണ ആകാശങ്ങളിലേക്ക് പറന്നുയരാനും വട്ടമിട്ട് പറക്കാനും ഏറെ ഇഷ്ടമാണ് ഈ പെൺകുട്ടിക്ക്. പാക്കരാ, ഏയ് എന്താ ഇത്? അടികൊണ്ടത് എനിക്കല്ലേ? പാക്കര എന്തിനാ കരയണേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ? അങ്ങനെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ സാർ എന്തായിരിക്കും തരിക? എന്റെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കണം ഞാൻ പറയുന്നു. പ്രതിഭയാണ്, പ്രതിഭാസമാണ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെങ്കിലും കർമ്മമേഖലയിൽ മീര ചെയ്ത പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കാത്തതും പ്രേക്ഷകരുടെ ഹൃദയം നിറഞ്ഞ കയ്യടിക്ക് വിധേയമാകാത്തതുമാണ്. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. സിവിൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത ഒരാളാണ്. ആധുനിക മനഃശാസ്ത്രത്തിലെ ലോകപ്രശസ്തമായ 3 മണ്ടത്തരങ്ങൾ മീരയുടേതാണ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ, യെസ് ഐ ആം ഇൻ ദി സീ. കാലത്തെ സാക്ഷിയാക്കി കുട്ടികൾ കൊണ്ട് യൗവനത്തെ ശീലമാക്കിയ 45-ാം വയസ്സിലേക്ക് കടക്കുന്ന മീരയുടെ ജൈത്രയാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. അതോടൊപ്പം വരും വർഷങ്ങളിൽ ചൊവ്വ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ കൂടി മീരയ്ക്ക് കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും. Oh my God! കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ? എന്നോട് പറയുന്നില്ല കേട്ടോ. അതും നല്ല രീതിയിലൊന്നല്ല അവാർഡ്. എങ്ങാണ്ട് മോശം ചോദ്യം ചോദിച്ച് മാക്സിമം വെറുപ്പിക്കുന്നതിനാണ്. ഈ അവാർഡ് നോമിനേഷൻ പോലും ഇല്ലായിരുന്നു. കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവാർഡ് സ്വീകരിക്കാം സാർ. ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.